എല്ലാവർക്കും നല്ലൊരു നമസ്കാരം. കുറേ ദിവസമായി ഒരു വീഡിയോ എടുക്കാനായിട്ട് പറ്റിയില്ല. നമ്മളെല്ലാവരും ഒരു ലോ മൂഡിലായിരുന്നല്ലോ. നമ്മുടെ ആരും എക്സ്പെക്റ്റ് ചെയ്യാത്ത, നമ്മുടെ മനസ്സിൽ പോലും നമ്മുടെ മനസ്സിൽ വരാത്ത ഒരു ഭയങ്കരമായ ഒരു പ്ലെയിൻ ക്രാഷായിരുന്നു. അപ്പം അത് കാരണം നമുക്കെല്ലാവർക്കും ഒരു എന്ത് ചെയ്യണം, ഇനി അങ്ങോട്ട് ഒരു പോസിറ്റീവ്നെസ് നമുക്ക് ആർക്കും വരണ്ടായിരുന്നില്ല. എന്തായാലും ഫ്ലൈറ്റിൽ ജീവൻ പൊലിഞ്ഞു പോയ എല്ലാവർക്കും നമ്മുടെ എല്ലാവരുടെയും കണ്ണീരിൽ കുതിർന്ന ആദരാഞ്ജലികൾ. നമ്മുടെ ഇവിടെ പോർട്സ്മൗത്ത് എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു മലയാളി നേഴ്സും അതിൽ പെട്ടു. അതിൻ്റെയൊക്കെ വിവരങ്ങളൊക്കെ എല്ലാവർക്കും അറിയായിരിക്കും. ആ കൊച്ചിൻ്റെ കൂട്ടുകാരികളൊക്കെ ആയിട്ട് ഞാൻ സംസാരിച്ചിരുന്നു. എപ്പോഴും പോസിറ്റീവായിട്ട് എല്ലാവരോടും സംസാരിക്കുന്ന ഒരു കുട്ടി. നമുക്ക് നമ്മുടെ കയ്യിലല്ലല്ലോ, നമുക്ക് ഈ ഒരു നിമിഷം മാത്രമേ ഉള്ളൂ. അടുത്ത നിമിഷം നമുക്കുണ്ടോയെന്ന് പോലും നമുക്കറിയാൻ പാടില്ല. അതുപോലെ തന്നെയാണ് ആ ഫ്ലൈറ്റിലുണ്ടായിരുന്ന ബാക്കി എല്ലാ 241 പേരുടെയും ബാക്കിലുള്ള ഒരു സ്റ്റോറീസ്. അപ്പോൾ എന്തായാലും നമുക്ക് അവർക്ക് ആത്മാവിന് നിത്യശാന്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. കുടുംബത്തിന് ധൈര്യം കിട്ടാനായിട്ടും പ്രാർത്ഥിക്കാം. വേറെ ഒന്നും നമുക്കിപ്പോൾ ഈ സമയത്ത് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ പിന്നെ നമുക്ക് ജീവിക്കാതിരിക്കാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് പിന്നെയും പോസിറ്റീവായിട്ട് തന്നെ മുന്നോട്ട് പോകാം. എത്ര നാളുണ്ടോ അത്രയും നാളും സമാധാനവും സന്തോഷമായിട്ട് ജീവിക്കാനായിട്ട് നമുക്ക് എല്ലാവർക്കും സാധിക്കട്ടെ. അപ്പോൾ നമ്മളിന്ന് പിന്നെയും ടീനയെ കിട്ടി. ടീനയും ഞങ്ങൾ ഇന്ന് കുടുംബമായിട്ട് ഇവിടെ വന്നിരിക്കുന്നത് ന്യൂ ഫോറസ്റ്റ് എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ്. ഇവിടെ ന്യൂ ഫോറസ്റ്റ് ഞാൻ ഇതിനു മുമ്പ് ഇവിടെ വന്നിട്ടുണ്ട്. ഇവിടെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രകൃതി രമണീയമാണ് ഇവിടുത്തെ സ്ഥലം. അത്രമാത്രം പച്ചലകളും മരങ്ങളും സീനറികളും, അത് മരങ്ങൾക്ക് തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ്. അപ്പം അങ്ങനെയുള്ള സ്ഥലത്താണ് വന്നിരിക്കുന്നത്. ഇവിടെ ഒരുപാട് കാണാനുണ്ട്. പറ്റാവുന്നതൊക്കെ വീഡിയോ എടുത്ത് നിങ്ങളുടെ മുമ്പിലേക്ക് തരുന്നതായിരിക്കും കേട്ടോ. ആദ്യമായിട്ട് പറയാൻ പോണത് ഇത് കണ്ടോ, നമ്മുടെ നാട്ടിലെ ഒരു പന്നൽ ചെടി എന്ന് പറയും നമ്മളല്ലേ, ആ ഒരു ചെടിയാണിത്. പക്ഷേ ഇതിന് നമ്മളൊക്കെ പണ്ട് ചെയ്യണ പോലെ, ടീന കേട്ടോ വീഡിയോ എടുക്കുന്നത്. ടീന ഹലോ 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 നമ്മളൊക്കെ ചെയ്യുന്ന പോലെ അതെ കയ്യിലിങ്ങനെ ചെയ്യുമ്പം ഇങ്ങനെ ഒരു വെള്ളം വരും അല്ലേ ടീന? അത് പക്ഷെ ഇതിനകത്ത് കാണുന്നില്ല. അതെന്താണെന്നറിയില്ല. പക്ഷെ ആ ചെടിയും ഷേപ്പും അതൊക്കെ അതുപോലെ തന്നെ ഉണ്ട്. അതാണ് ഒരു അതിൻ്റെ തൂവലല്ലേ ടീനെ നിറയെ ഉണ്ടായിട്ടുണ്ട്. അത് ഇഷ്ടം പോലെ ഉണ്ടത്. കാണാനും നല്ല ഭംഗിയല്ലേ. നമ്മുടെ നാട്ടിൽ എനിക്ക് തോന്നുന്നു നമ്മൾ നടക്കുന്ന സ്ഥലത്തൊക്കെ ഈ കനാലിന്റെ സൈഡിലും അല്ലേ, അവിടെയൊക്കെയല്ലേ ഇത് കണ്ടിരിക്കുന്നത്. ടീന ഹലോ. ടീനെ കുറെ നാളായി കിട്ടിയിട്ട് ഞങ്ങൾക്ക്. ഞങ്ങള് ഫോറസ്റ്റ് വന്നേക്കാണ്. അതെ, ഈ പന്നൽ എന്നല്ലേ പറയുന്നേ? ഇനി വേറെ ഇനി ഒരു സ്പെഷ്യൽ നെയിം ഉണ്ടോ എന്ന് നമുക്ക് അറിയില്ല കേട്ടോ. കയ്യിലിങ്ങനെ അടിച്ചിട്ട് ഇങ്ങനെ പാട് വരുന്ന ആ ഒരു സംഭവം. അതെ സ്കൂളിലൊക്കെ പോകുമ്പം ആ ഒരു കറക്റ്റ് അതിന്റെ ഇലയുടെയും അതിന്റെയൊക്കെ ആ ഒരു വെള്ളപ്പാട് വരുമായിരുന്നു. അതെ നാട്ടിലൊക്കെ ഇങ്ങനെ നമ്മള് പറമ്പിലൂടെ ഒക്കെ നടക്കുമ്പോ നമ്മൾ കാണുന്നത് എന്താ ടീന കാണുന്നത്? നമ്മള് മാവ് തെങ്ങ് അങ്ങനെയൊക്കെ കാണുന്നത്. ഇവിടെ മാവിന് പകരമായിട്ട് ഇവിടെ നിറയെ ആപ്പിൾ മരങ്ങളാണ്. അതും 1-2 ആയിട്ടുള്ള ഇതൊന്നുമല്ല. ഇത് കണ്ടോ, ഇതുണ്ടായിരിക്കുന്ന നോക്കിയേ. ഇത് കുടല കുത്തിയാണ് ആപ്പിൾ ഉണ്ടായിരിക്കുന്നത്. ഇതൊരു പകുതി ഭാഗമായിട്ടേ ഉള്ളൂ. ഇതൊന്ന് പറിച്ചിട്ട് കഴിച്ചു നോക്കട്ടെ. ഇത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഉപ്പ് മുളക് ഇട്ടിട്ട് ഇതൊന്ന് ചെത്തി നമ്മൾ മാങ്ങ കഴിക്കണ പോലെ തന്നെ, അതിപ്പോ ഇല്ല കയ്യില്, അതുണ്ടെന്ന് സങ്കല്പിച്ചിട്ട് നമ്മൾ കൊണ്ടുപോയിട്ട് നമ്മൾ എന്താ ചെയ്യാൻ പോണേ ടീനെ? ഉപ്പിലിടണോ അച്ചാറിടണോ? എന്തെങ്കിലും കുറച്ച് നമുക്ക് ഉപ്പിലിട്ട് നോക്കാം അല്ലെ. ഇത് മാത്രമായിട്ട് ഉപ്പിലിടാം. എന്നിട്ട് അച്ചാറിന് കുറച്ചും കൂടി ആവണോ അതോ പുളി ഉണ്ടല്ലേ? ഒന്ന് നോക്കട്ടെ, പുളി ഉണ്ടോ നോക്കട്ടെ. പുളിയുണ്ട്. അടിപൊളി പുളിയാ. പച്ച ആപ്പിളാണ് ഇത്. ടീനൊരെണ്ണം കടിച്ചു നോക്കിയേ. ഞാനും കടിച്ചു നോക്കട്ടെ. ടീന അടുത്തൊരു ഊഴത്തിന് വേണ്ടി പോവാണേ. പറിക്കാം. എന്തൊക്കെ ടീന കൂട്ടുന്ന? ഉപ്പും മുളകും ഉണ്ടോ? അടിപൊളിയല്ലേ? അപ്പം ഇതാണ് ഇവിടുത്തെ, നമ്മൾ മാങ്ങ കിട്ടാത്ത അവസരങ്ങളിൽ നമ്മൾ ഈ ആപ്പിള്, ഈ പച്ച നിറത്തിലുള്ള ആപ്പിളാണ് ഇതിന് ശരിക്കും പറഞ്ഞാൽ പറ്റുന്നത്. ഇത് വാങ്ങിയിട്ട് നമ്മൾ അച്ചാറിടാറുണ്ട്. ഇന്നിപ്പോൾ ഇവിടെ നിന്ന് ഇതിപ്പോൾ ശരിക്കും പറഞ്ഞാൽ ആരുടെയും അല്ല അല്ലേ ടീന? അങ്ങനെയല്ലേ? ഇതിങ്ങനെ പബ്ലിക്കിൻ്റെയാണ്. അപ്പം നമുക്ക് പൊട്ടിക്കുന്നതിന് പ്രശ്നമില്ല. ഇത് പൊട്ടിച്ചെന്ന് കുറച്ച് ഉപ്പിലിടുകയും കുറച്ച് അച്ചാറിട്ട് നോക്കട്ടെ എങ്ങനെയുണ്ടെന്ന് കേട്ടോ.
ഇനി വേറെ കുറച്ച് മരങ്ങൾ കൂടി ഉണ്ട് ആപ്പിളിൻ്റെ, അതുകൊണ്ടും കാണിക്കാം. ആപ്പിൾ മരം എവിടെയാണെന്ന് ഇങ്ങനെ തേടിക്കൊണ്ടിരിക്കുവാണേ. അപ്പോൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2 സൈഡിലും നിറയെ ഈ ചെടികൾ, അതിൻ്റെ പന്നൽ നിന്നാണെന്നാണ് ഞങ്ങൾക്ക് തോന്നണേ കേട്ടോ. അതും അങ്ങനെ പോകുമ്പോൾ ദേ കിടക്കുന്നത് നോക്കിയേ, ഇതിനകത്ത് ഇലകൾ വളരെ കുറവാണ്. പണ്ട് നമ്മൾ പറഞ്ഞിരിക്കുന്നത് റോസപ്പൂക്കളെ പറ്റിയിട്ടാണല്ലേ. ഇന്നിപ്പോൾ ദേ നിറയെ ആപ്പിളാണ് ഇതിനകത്ത്. ഇതിന് വളവും കാര്യങ്ങളൊന്നും ആരും ചെയ്യുന്നില്ല, പക്ഷെ അടിപൊളിയായിട്ട് ആപ്പിൾ ഉണ്ടായിരിക്കുന്നു. ഇത് കുറച്ചുകൂടി കഴിയുമ്പോൾ ഇത് നമുക്ക് കഴിക്കാൻ പാകത്തിന് ഇങ്ങനെ നല്ല വലിയ ആപ്പിളാവും, നല്ല തുടുത്ത് ആപ്പിളായിട്ട് കിട്ടും. അപ്പം എന്തായാലും നമ്മൾ കുറച്ച് പറിക്കുന്നുണ്ട്. പറിച്ചിട്ട് കുറച്ച് ഉപ്പിലിട്ടിട്ട് കുറച്ച് അച്ചാറൊക്കെ ഇടാം. നമ്മുടെ നാട്ടിൽ ഏതെങ്കിലും സ്ഥലത്ത് ഉണ്ടോ ചീനെ ആപ്പിളുണ്ടോ? ആ തണുത്ത സ്ഥലങ്ങളിലൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ? എനിക്കറിയില്ല, ഊട്ടിയിലൊക്കെ കാണുമല്ലോ. ഊട്ടിയിലുണ്ടെന്ന് തോന്നുന്നു. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഒന്ന് ആപ്പിളിൻ്റെ ഒരു വ്ളോഗാണ് നമ്മൾ ചെയ്യണത് അല്ലേ ടീന? ഇനി ഇതിലും ചെറിയ ആപ്പിളും കാണുമായിരിക്കും അല്ലേ, നമ്മുടെ കണ്ണിമാങ്ങ പോലത്തെ? അതെ അതെ, ആയിട്ടില്ല ആപ്പിള്, പച്ചയാണ് ഇതെല്ലാം. ഇതൊരു എനിക്കൊന്നൊരു വിത്തിൻ 1 മന്തിനുള്ളിലെല്ലാം പാകാവും അല്ലേ? 1 മന്ത് വേണോ? വേണ്ടായിരിക്കും അല്ലേ. ഇതെല്ലാം കയ്യെത്തുന്ന രീതിയിലാണ് കിടക്കുന്നത്. പറിക്കാം നമുക്ക്. പറിക്കട്ടെ? പറിച്ച് നമുക്ക് സഞ്ചിയിലേക്ക് കുറച്ച് പറിച്ചിടാം. ഇതിൽ ഇലയും പച്ച ആപ്പിളും പച്ച, അതുകൊണ്ട് കാണുമ്പോൾ സൂക്ഷിച്ച് നോക്കിയാലേ കാണത്തുള്ളൂ. കണ്ടോ? ടീന ഒരു കൂടെല്ലാം പറിച്ചു നോക്കിയേ. ഞാൻ പറിച്ച് നോക്കാം. കിട്ടിയോ? കിട്ടിയില്ല? കിട്ടി. ഏത് പറിക്കുന്നുള്ള കൺഫ്യൂഷൻ ആയി. ചെറുതായതുകൊണ്ട്. കിട്ടിയോ? നമുക്ക് കുറച്ച് പറിക്കാം അല്ലേ? അതെ അതെ. എന്നിട്ട് നമുക്ക് വീഡിയോ കാണിക്കാം കേട്ടോ. ഞാൻ ലിസി ചേച്ചി ആപ്പിൾ പറിച്ച് ഒരു ചാക്കാക്കിയിരിക്കുകയാണ്. നമുക്കിന്ന് ചമ്മന്തി അരയ്ക്കാം അല്ലേ ടീന? ചമ്മന്തി അരയ്ക്കാം, ഉപ്പിലിടാം. അച്ചാറിടാനായിട്ട് കുറച്ചും കൂടി ആവണമെന്ന് തോന്നുന്നു. അതെ അല്ലേ. കാട്ടിൽ കയറി ആപ്പിൾ പറിച്ച് കവറിലാക്കുവാണ്. അതെയാ? ആപ്പിൾ മരം മുട്ടയടിച്ചിട്ടുണ്ടെന്ന്. ഇനി ഇഷ്ടംപോലെ ഉണ്ട്. കുറേ ഉണ്ട്. കഴിഞ്ഞിട്ട് ലൈക്ക് ഒരു 2 വീക്സോ 3 വീക്സ് കഴിഞ്ഞ് വന്നിട്ട് നമുക്ക് കുറച്ചുകൂടി വലിയ ആപ്പിളിന്റെ ഒരു വീഡിയോ എടുക്കാൻ പറ്റുമോ? അതെ അതെ, വലുതാവട്ടെ. എന്നിട്ട് വന്നിട്ട് ഒന്നുകൂടെ വരാം. നിറയുണ്ട്. ശരിക്കും നമ്മളൊക്കെ പറിച്ചില്ലെങ്കിൽ ഇതിങ്ങനെ തനിച്ച് കിടന്ന് പോയിരിക്കും. കുറെ ചാടി പോകുന്നുണ്ട് കേട്ടോ. ഈ നാട്ടിലെ ഇതുപോലെ മാങ്ങയൊക്കെ പൊഴിയുന്ന പോലെ പൊഴിഞ്ഞു കിടപ്പുണ്ട്. അടുത്ത ആപ്പിൾ ട്രീ അല്ലേ? ഇതിനകത്ത് എനിക്ക് തോന്നുന്നു നേരത്തെ കണ്ടതിനേക്കാളും 10 മടങ്ങ് കൂടുതലാന്ന് തോന്നുന്നു അല്ലേ? നോക്കി ചുമന്ന ഇത് കളറ് മാറി തുടങ്ങി. ഇത് വേറെ വെറൈറ്റി ആയിരിക്കും അല്ലേ? ഇത് താഴെയല്ല ഉണ്ടായിരിക്കുന്നത്. നമ്മുടെ നാട്ടിലെ ശരിക്കും കണ്ണിമാങ്ങ ഉണ്ടായി കിടക്കണ പോലെ ഉണ്ടല്ലേ? ഇതിൻ്റെ ഉള്ളിലൊക്കെ നോക്കിയേ. എല്ലാം ഉണ്ട്. എനിക്കൊന്നൊരു 2-3 വീക്സ് കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് ഇതെല്ലാം ഇങ്ങനെ പഴുത്ത് തുടുത്തിരിക്കും അല്ലേ? അടിപൊളിയായിട്ടിരിക്കും. അതെ അതെ, ഇത്രയും നമ്മൾ കണ്ടിട്ടില്ല. നമ്മുടെ വീടിൻ്റെ അടുത്തൊക്കെ ഉണ്ടെങ്കിൽ ഇത്രയും കട്ട അതൊന്ന് കാണിച്ച്. ചുമന്ന് കിടക്കുന്ന ചേച്ചി. പക്ഷെ ഇത് ചുമന്നിട്ടുണ്ടെങ്കിലും വലിപ്പം ഇല്ല. അത് പക്ഷെ ചവർപ്പുണ്ടാവും, മൂത്തിട്ടില്ല. ചവർപ്പും പുളിയുണ്ട്. പിന്നെ ലിസേച്ചിയും ടീനയും അതിൻ്റെ ഒരു എപ്പിസോഡാണ്, സ്പെഷ്യൽ എപ്പിസോഡാണ്. ആപ്പിളിന്റെ എണ്ണം കണ്ടോ? എണ്ണാൻ പറ്റുമോ? എണ്ണാൻ പറ്റില്ല. ദൂരം അത്രയും മാത്രം ഉണ്ട്. നമ്മുടെ നാട്ടിൽ പോലും മാങ്ങ ഇത്ര ഉണ്ടാവില്ല. ആപ്പിളിന്റെ ഇടയിൽ ഒരാളെ കാണിച്ചതേ അല്ലേ? നമ്മുടെ നാട്ടില് മാങ്ങ ഇത്ര അല്ലേ? കറക്റ്റ് ഒരു വട്ട ആപ്പിളിന്റെ അകത്ത് ലിസ്റ്റ് വെച്ചിട്ട് തല. ഇത് കാണുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമല്ലേ? അതെ അതെ. ഇത് കണ്ടോ, കയ്യിലിങ്ങനെ ആപ്പിളിന്റെ ഒരു കളക്ഷൻ തന്നെയുണ്ട് ചേച്ചിയുടെ കയ്യിൽ. അതെല്ലാം താഴോട്ട് ഇങ്ങനെ തൂങ്ങി തൂങ്ങി കിടക്കുന്നു. ഒത്തിരി ഉണ്ടായിട്ട്.
നമ്മൾ മാത്രമായിരിക്കും ഇത്ര ഇതിനെ അട്രാക്ട് ചെയ്ത് നോക്കുന്നത് അല്ലേ. ഇംഗ്ലീഷുകാരൊക്കെ ജസ്റ്റ് കണ്ട് ഹായ് എന്ന് പറഞ്ഞ് അങ്ങ് പോവുള്ളായിരിക്കും. നമ്മളായിരിക്കും ഇതിനോട് ഇത്രയും മാത്രം സംസാരിക്കുന്നതും ഇതിനെ ലാളിക്കുന്നതും ഒക്കെ. ഇത് ഒന്ന് വലുതായി കഴിയുമ്പോൾ എന്തായിരിക്കും അല്ലേ? ഇതിന് പക്ഷെ എന്തെങ്കിലുമൊക്കെ പേര് കാണുമായിരിക്കും അല്ലേ ടീന? ഇതൊരു എന്താ പറയണ ഒരു അലങ്കാരം എന്നുള്ള രീതിയിലൊക്കെ വീടുകളുടെ മുന്നിലൊക്കെ വെക്കാറുണ്ട് ഇങ്ങനത്തെ മൃഗങ്ങൾ. ഇത് ഒത്തിരി ഉണ്ടാവില്ല. ഇതിന് മറ്റേ ആപ്പിളിന്റെ അത്ര വലിപ്പമില്ല. ചെറുതാവുമ്പോ ഇത്ര ആവില്ലായിരിക്കും അല്ലേ? കുറച്ചും കൂടെ ആവും. പക്ഷെ എന്നാലും അപ്പൊ നമുക്ക് പിക്കിളിടാൻ നല്ലതായിരിക്കും അല്ലേ? അപ്പൊ ഒന്നും കൂടെ എന്നാലും നമുക്ക് എന്തായാലും കുറച്ച് ഇതിനൊരു ഇടാനായിട്ട് നമുക്ക് ചവർപ്പുണ്ട്. ചെറിയൊരു ചവർപ്പ് ഉണ്ട് ഇപ്പോഴും. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ആപ്പിൾ എപ്പിസോഡ്. കണ്ണിമാങ്ങ, കണ്ണി ആപ്പിൾ. അതെ, കണ്ണിമാങ്ങയ്ക്ക് പകരം കണ്ണി ആപ്പിള്. വേറെ വീഡിയോ എടുക്കാൻ പറ്റിയതുള്ളത് ഇവിടെ ഞങ്ങളിങ്ങനെ പോണ വഴിക്കൊരു നല്ലൊരു കാഴ്ച കണ്ടു. നമ്മുടെ നാട്ടിൽ നമ്മുടെയൊക്കെ സ്കൂൾ കുട്ടികളും കോളേജ് കുട്ടികളുടെയൊക്കെ സംഗമം ഉണ്ടല്ലോ ടീനെ, അതുപോലെ ഒരു സംഗമം അല്ലേ? എന്തെന്നായി കാണുന്നേ? എല്ലാ കളേഴ്സിലുള്ള കുതിരകള് നല്ല ഭംഗിയായിട്ട്. അതിൻ്റെ വാലൊക്കെ നോക്കിയേ. പക്ഷെ നമുക്ക് അടുത്ത് പോകാൻ പേടിയാണേ. അത് എനിക്ക് ചിലപ്പോൾ നമ്മളെ വാലാട്ടുന്നതായിരിക്കും ചിലപ്പം. സ്നേഹത്തിന് വരൂ ചേച്ചി അങ്ങോട്ട് ചെന്ന് തൊഴി മേടിക്കരുത്. തൊഴി മേടിക്കണ്ട. ഹലോ. അതിൻ്റെയൊക്കെ ഓരോ കുതിരയുടെയും പുറത്തുണ്ടല്ലോ ചെയ്യുന്നത് നമ്പർ എഴുതിയിട്ടുണ്ട്. നമ്പറുകൾ എഴുതിയിട്ടുണ്ട്. അപ്പം അങ്ങനെയായിരിക്കും ചിലപ്പം. നമ്പറോ എവിടെ? നമ്പർ ഇട്ടിട്ടുണ്ടല്ലേ? പേരിന് പകരം നമ്മുടെ നാട്ടിലൊക്കെ ഈ കാളകളെയൊക്കെ കൊണ്ടുവരുമ്പോ അങ്ങനെ കണ്ടിട്ടുണ്ട്. ഇങ്ങനെ ഒരു മാർക്ക് ചെയ്യാനായിട്ട്. എത്ര കുതിരയല്ലേ? ഒരു കുഞ്ഞു ബേബി ഉണ്ട് അവിടെ. അതെ, കുഞ്ഞു ബേബിനെ കാണാൻ കിട്ടോ? വണ്ടി ഉണ്ടോ? അല്ലല്ലോ. ഒരു സെക്കൻഡ് എടുക്കാം. കുഞ്ഞു ബേബി കുഞ്ഞുണ്ട്. കുഞ്ഞു ബേബിയോടെ. പിന്നെ അത് കാണാൻ പറ്റിട്ടീനെ. ഏതാ? അത് കാണിക്കാതെ അവര് കുറച്ചുപേര് അവിടെ ഉണ്ട്. ടീന ഇവിടേക്ക് വന്ന് പോയി നോക്കിയേ. പേടിയുണ്ട്? എനിക്ക് പേടിയുണ്ട്. നല്ല പേടിയുണ്ട്. മതി, എത്രയും പോയാൽ മതി ചേച്ചി. അവരവിടെ ശാന്തമായിരിക്കണല്ലേ. റെസ്റ്റ് എടുക്കുന്ന നിന്നുറങ്ങുന്ന പോലെ അവിടെ ഉണ്ട് കുറെ പേരല്ലേ. ഒരു എല്ലാം കൂടി ടോട്ടൽ ഒരു 10-20 പേരുണ്ടല്ലേ. നല്ല ഭംഗി കാണാനായിട്ട്. നമ്മുടെ നാട്ടില് ഇടയ്ക്കൊക്കെ കാണാറുണ്ടല്ലേ നമ്മള് കുതിരകളെ. ഇങ്ങനെ ഇത്രയും കാണാറില്ലല്ലോ. അപ്പൊ ഒരു കൗതുകം ഇതെടുക്കാനായിട്ട്. അവരിങ്ങനെ ശാന്തമായിട്ട് ഇങ്ങനെ എന്തോ ആലോചിക്കുക. 18 അങ്ങനെ നമ്പേഴ്സ് ഒക്കെ ഉണ്ട് ഇവിടെ. അതെ, ആ റോഡ് ക്രോസ് ചെയ്ത് നോക്കിയവര് റോഡ് ക്രോസ് ചെയ്ത് പോകുന്നു. ഞാൻ വണ്ടി കയറട്ടെ. കുഞ്ഞു ബേബി. കുഞ്ഞു ബേബി. Nice to see you. Nice to see them. Beautiful girls and boys. It's all boys or? No, one boy. Eddie is 4 years old, and that's his mum, Tika, and she is 9. Oh, Nan. And this is Melody, who is 5. Hello, and this Melody. is her daughter, who is 10 months old. Oh, only 10 months. Oh, so cute. Yeah. Very friendly, huh? Very friendly. Very friendly. Oh, and quite clever dogs as well. Oh, so okay. they're good. Very nice. Yeah. So what breed is this? Golden Retriever. He wants to lick you. I think he's getting my German Shepherd smell, I think. Right, yeah, oh, that's nice. He likes sneezing on you now. That's okay. Thank you so much.